എടാ അവനോട് ചോദിക്കണ്ട, അവന് റിവ്യൂ അറിയില്ല. ഇഷ്ടപ്പെട്ടു. കോമഡി മൂവിയാണോ? ഫാമിലിക്ക് പറ്റിയ പടമായിരിക്കും. ഫാമിലിക്ക് പറ്റിയ കുറെ നാളെ ശേഷം ഒരു ഹെവി അല്ലാത്ത സാധനം കാണുന്ന വളരെ ലൈറ്റ് മൂവി. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല രസമുണ്ട്, നല്ല ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം ചില കോമഡി വർക്കൗട്ട് ചെയ്യാൻ തോന്നി. ഒരു സെക്കൻഡ് ഹാഫ് നന്നായിട്ട് പോയി. ക്ലൈമാക്സിൽ ഉഗ്രനാണ്. ഒരു പട്ടി തന്നെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ കോമഡി ഒപ്പം സെന്റിമെന്റ്സ്, റൊമാൻസ്, ആക്ഷൻ എല്ലാം ഉണ്ട്. എന്നാലും ഇതിൽ ജനപ്രിയനായ തിരിച്ചുവരവ് തന്നെയാണ്. ദിലീപേട്ടൻ്റെ കോമഡി ഒക്കെ പഴയ പോലെ ശരി. ഞാൻ ഒരിക്കൽ ദേപ്പൂരിലേക്ക് കണ്ട് പുള്ളി പറഞ്ഞാണ് കോമഡി കളയലാണ്. ആ കോമഡിയിലേക്ക് തിരിച്ചു വരാം. ഇനിയൊരു മൂവീസും കോമഡിയാണ്. കോമഡി അപ്പോൾ സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു ജനപ്രിയനായ ഫാമിലി ഓറിയന്റഡ് ആയിരിക്കും. ഫാമിലിക്ക് യൂത്തിന് എല്ലാം ഇഷ്ടമാണ്. നല്ലൊരു എന്റർടൈനറാണ്. എല്ലാ എലമെന്റ്സും ഉണ്ട്. കോമഡിയാണ് മെയിൻലി. ഫീൽ ഗുഡ് മൂവി. കൊള്ളാം, അടിപൊളിയായിരുന്നു. ഫാമിലി ഓറിയന്റഡ് ആണോ? ഫാമിലിക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ന്യൂ ജെൻ ഇഷ്ടപ്പെടും. അത്യാവശ്യം പ്രണയത്തിന് പ്രായമില്ല എന്നുള്ളതിൻ്റെ ഒരു നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഡിപ്രഷൻ മൈൻഡ് അങ്ങനെയുള്ളൊക്കെ കാണേണ്ട മൂവി തന്നെയാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ്, കുഴപ്പമില്ല. എന്തായാലും ദിലീപ് ഏട്ടൻ്റെ എന്താ പറയാ ആക്ഷൻ, ഒരുപാട് ആക്ഷനുള്ള മൂവിനെക്കാട്ട് ഏറ്റവും കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി ഇങ്ങനെയുള്ള മൂവികളാണ്. അത് രസമാണ്. കോമഡി ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടോ? വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇരുന്ന് തറയിൽ നിന്നാ ചിരിച്ചിട്ടുണ്ടായിരുന്നു. രക്ഷയില്ല. ചിരിക്കില്ലേ? ഇഷ്ടപ്പെട്ടല്ലോ പടം? നല്ല ഫാമിലി മൂവിയാണ്. ചിരിക്കാനൊക്കെ ഉണ്ട്. നന്നായിട്ട് എല്ലാം വർക്കൗട്ടായി. ഫീൽ ഗുഡ് മൂവിയാണ്. കുഴപ്പമില്ല, നല്ലോണം. കോമഡി മൂവിയാണ്. ബോഡി ഗാർഡ് ഒക്കെ പോലത്തെ ഒരു വേറൊരു കുഴപ്പമില്ല. ബോഡി ഗാർഡിലേക്ക് ഒരു റൊമാൻറ്റിക് നല്ലായിരുന്നു. ഫസ്റ്റ് ടൈം ഞങ്ങൾ കാണുന്നത്, ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാണുമ്പോൾ ഫുൾ എക്സൈറ്റ്മെന്റ് മൊമെന്റ്സ്, നല്ല സന്തോഷം. മലയാള സിനിമയ്ക്ക് പൊതുവെ നല്ല സമയമാണല്ലോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിർത്താൻ പറ്റും ഈ സിനിമ. നമുക്ക് കണ്ടിറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങാൻ പറ്റും. ഇനി ബാക്കിയെല്ലാം ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് ഈ സിനിമ. ഓഫ്കോഴ്സ് അങ്ങനെ വിശ്വസിക്കുന്നു. ഇതൊരു വ്യത്യസ്തമായ ഒരു പടമെന്ന് ഞാൻ പറയും. കാരണം ദിലീപിന്റെ പടങ്ങൾക്ക് അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ആ ഒരു മാർക്കറ്റ് ഈ പടത്തിൽ എനിക്ക് അത്രയും ഫീൽ ആയുള്ള. കാരണം ഒരു സ്റ്റീരിയോടൈപ്പ് അല്ല, സീരിയസ് ആണ്. അത് കുറച്ച് ഇമോഷണലും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത പുള്ളിയുടെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും കോമഡി പടങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കോമഡി ഇതിൽ ഇല്ലെന്നല്ല, കോമഡി ഉണ്ട്. പക്ഷെ എന്നാലും അതൊരു ഇമോഷണൽ ടച്ച് ആയിട്ടുള്ള ഒരു പടം കൂടി വന്നിട്ടുണ്ട്. അതായത് ഫാമിലിക്കൊക്കെ കയറാവുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫാമിലി കയറാം. അതൊരു ഫാമിലി ഇതിൽ യാതൊരു അടിപിടി അങ്ങനെ ഓവറായിട്ട് ഒന്നുമില്ല. ഒരു ചെറിയൊരു ഫൈറ്റുള്ളൂ. അത് നല്ല കാര്യമായിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാവുന്ന ഒരു പടം. ബോറടി തോന്നിയില്ല, ലാഗ് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു ഇതുപോലെ ഉണ്ട്. പക്ഷെ അത് ലാഗ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ദിലീപേട്ടന്റെ ഒരു പഴയ കോമഡിയൊക്കെ തിരിച്ചു വരുന്ന രീതിയിലുണ്ട്. പഴയ ദിലീപേട്ടന്റെ പടങ്ങളെ പോലെ തന്നെ അത്രയും കോമഡികൾ വരുന്ന സാധനങ്ങൾ സിനിമയ്ക്ക്. ഇതൊരു റോങ് ഫ്രോം ഫിലിമാണ്. നിങ്ങളിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് നിങ്ങൾ പറയണം. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഐസ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഭയങ്കര ചില്ലായിട്ട് നമ്മള് വളരെ സന്തോഷം. നിങ്ങളാണ് പറയുന്നത്.